ഒട്ടുമിക്ക ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രധാന ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരു കോമൺ ബുദ്ധിമുട്ടാണ് നടുവേദന എന്ന് പറയുന്നത്, അല്ലെ? നടുവേദന അനുഭവിച്ചിട്ടില്ലാത്തവർ, ഒരു തവണയെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തവരുടെ എണ്ണം വളരെ വിരളമായിരിക്കും. പലപ്പോഴും ഇതൊരു രോഗം എന്നതിലുപരിയായിട്ട് നമ്മുടെ ബോഡി നൽകുന്ന ഒരു വാർണിംഗ് സിഗ്നൽ ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തോ ഒരു ചെറിയ തകരാറുണ്ട് എന്നതിന് ബോഡി തരുന്ന ഒരു റെഡ് ഫ്ലാഗ് ആണ് പലപ്പോഴും നടുവേദനയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നടുവേദന എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് ഈ ഒരു നടുവേദന നമ്മൾ എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റേണ്ടത്, അല്ലെങ്കിൽ ചികിത്സ തേടേണ്ടത് എപ്പോഴാണ്, ഇത്തരത്തിൽ വരുന്ന നടുവേദന എങ്ങനെയെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതെല്ലാമാണ് ഞാൻ വിശദീകരിക്കുന്നത്. നടുവേദന പലപ്പോഴും പല ആളുകൾക്കും നടുവേദന വരുന്നത് ഒരു 40% നടുവേദന കേസിന്റെ കാരണം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ബോഡി പോസ്ചറാണ്. അതായത് നമ്മൾ ഇരിക്കുമ്പോൾ, നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ കിടക്കുമ്പോഴെല്ലാം നമ്മുടെ ബോഡിക്ക് ശരിയായ രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ നട്ടലിന് ശരിയായിട്ടുള്ള പോസ്ചർ കൊടുക്കാതെ വരുന്ന അവസ്ഥ. പലപ്പോഴും ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ മൊബൈൽ ഫോണിന്റെ ഒക്കെ മുമ്പിൽ തല കുമ്പിട്ട് അല്ലെങ്കിൽ നടു വളച്ചിരിക്കുന്നത് ഒക്കെ ഇത്തരത്തില് നടുവേദന വരാനൊരു കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള മെത്ത ഉപയോഗിക്കാത്തത്, അതായത് ഒരേ ലെവലിലുള്ള മെത്ത ഉപയോഗിക്കാത്തത് നടുവേദന വരാനായിട്ടൊരു കാരണമാകാറുണ്ട്. പിന്നെ നമ്മളുടെ ഹൈ ഹീൽസിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം പല സ്ത്രീകളിലും ഇത്തരത്തിൽ നടുവേദന വരുന്ന ഒരു കാരണമാകാറുണ്ട്. പിന്നെ നട്ടെല്ലിന്റെ കശേരുക്കൾക്കിടയിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഷൻ അല്ലെങ്കിൽ ഒരു ജെല്ലി ലൈക്ക് മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേരാണ് ഡിസ്ക്. നമ്മൾ അമിതമായിട്ട് നട്ടെല്ലിന് സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെസ് കൊടുക്കുന്ന അല്ലെങ്കിൽ വരുന്ന സമയത്ത്, അതായത് നമുക്ക് അമിതമായിട്ട് ഭാരമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അമിത ഭാരം വലിച്ചു പൊക്കുക, തല ചുമക്കുക ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നട്ടെല്ലിന് സ്ട്രെസ് സംഭവിക്കാം. ഈ ഒരു അവസരത്തിൽ അതിനുള്ളിലുള്ള ഈ ഒരു ജെല്ല് പോലത്തെ ഡിസ്ക് അമരാനും അത് പുറത്തേക്ക് തള്ളി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനാണ് ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ പുറത്തേക്ക് തള്ളുന്ന ഡിസ്കുകൾ വന്ന് അവയുടെ മുൻപിലുള്ള നെർവുകളെ, നാഡിഞരമ്പുകളെ തട്ടാനും അത് വേദന ഉണ്ടാക്കാനും കാരണമാകും. അങ്ങനെയുള്ള കേസസിലും നമുക്ക് ഈ ഒരു ലംബാർ പെയിൻ അല്ലെങ്കിൽ നടുവേദന അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ പലപ്പോഴും കിഡ്നി സ്റ്റോണിന്റെ അല്ലെങ്കിൽ മൂത്രത്തില് പഴുപ്പ്, ഇൻഫെക്ഷൻ വരുന്നതിന്റെ ഒരു കാരണം കൊണ്ട് നമുക്ക് മറ്റുള്ള സിംറ്റംസിന്റെ ഒപ്പം ഈ ഒരു നടുവേദനയും പ്രധാനമായിട്ടും കണ്ടുവരാറുണ്ട്. പിന്നെ പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഒരു കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഒബേസിറ്റി, ഹൈറ്റിന് ആനുപാതികമായിട്ടുള്ള വെയിറ്റ് ഇല്ലാതെ വരുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമില്ല, ഡീഹൈഡ്രേഷൻ. അതുപോലെ തന്നെ പനി പോലെയുള്ള വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. അതുപോലെ ശരീരത്തിലെ പലതരത്തിലുള്ള വൈറ്റമിൻ, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, അതുപോലെ തന്നെ മഗ്നീഷ്യം പോലെയുള്ളവയുടെ ഒക്കെ ഒരു അപര്യാപ്തത, ഇതെല്ലാം നമുക്ക് നടുവേദന വരുത്താനുള്ള ഒരു കാരണമാകാറുണ്ട്. പിന്നെ പലപ്പോഴും സ്ത്രീകളിൽ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതായത് ഒരു സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് റിസൾട്ടുകൾ അല്ലെങ്കിൽ അവരുടെ എല്ലാ ചെക്കപ്പുകളും നോർമലായിരിക്കും, പക്ഷെ അവർക്ക് ബോഡിയിലെ പല ഭാഗത്തും വേദന വരാം. ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള നടുവേദന കണ്ടുവരാറുണ്ട്. പിന്നെ ആർത്രൈറ്റിസിന്റെ ഭാഗമായിട്ട് മറ്റുള്ള ജോയിന്റ്സിൽ വേദന വരുന്നതോടൊപ്പം നടുവിലെ വേദനയും അതുപോലെ തന്നെ നീർക്കെട്ടും മറ്റു ബുദ്ധിമുട്ടുകളും വരുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ പലപ്പോഴും ഗർഭാവസ്ഥയിലെ ഇനീഷ്യൽ സ്റ്റേജിൽ പലപ്പോഴും ഒരു മൈൽഡ് ആയിട്ടുള്ള നടുവേദന ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച്, ബോഡിയുടെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ നടുവേദന കണ്ടുവരാറുണ്ട്. ഇതൊക്കെയാണ് നടുവേദന ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ. നടുവേദനയുടെ റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ, അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു നടുവേദന സീരിയസ് ആയിട്ട് എടുത്ത് ഡോക്ടറിനെ കാണേണ്ടതെന്ന് നോക്കിയാലോ. നമുക്ക് ഉണ്ടാകുന്ന നടുവേദന കൂടാതെ ക്രമേണ കൂടിക്കൂടി വരികയാണ്, അത് കുറയാതെ നമ്മൾ എന്തെല്ലാം നോക്കിയിട്ട് ക്രമേണ കൂടിക്കൂടി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടറിനെ കാണുക തന്നെ വേണം. പിന്നെ പലപ്പോഴും നമുക്ക് വരുന്ന നടുവേദന പലപ്പോഴും നടുവിന് ഒരു സ്റ്റിഫ്നെസ് തോന്നിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ വേദന കാലിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു, കാലുകൾക്കൊരു ബലക്ഷയം അനുഭവപ്പെടുന്നു, അതുപോലെ കാലുകൾക്ക് തരിപ്പ്, നടുവിന് മരവിപ്പ് പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് പലപ്പോഴും നമ്മുടെ ഡിസ്ക് പ്രൊലാപ്സിന്റെ ലക്ഷണങ്ങളാവാം, അല്ലെങ്കിൽ ഷയാറ്റിക്കയുടെ പ്രശ്നങ്ങളാവാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ്. പിന്നെ പലപ്പോഴും നമുക്ക് വരുന്ന നടുവേദന നമ്മുടെ മുൻഭാഗത്തേക്ക്, നമ്മുടെ പ്രൈവറ്റ് ഏരിയയുടെ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ അടിവയറ്റിലേക്ക്, അല്ലെങ്കിൽ ഗ്രോയിൻസിലേക്ക്
റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും കിഡ്നി സ്റ്റോണിന്റെ ഒരു ലക്ഷണമാകാം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഡോക്ടറിനെ ചെന്ന് വിവരം അറിയിക്കേണ്ടതാണ്. അപ്പോൾ അതിനോട് കൂടെ പലപ്പോഴും മൂത്രത്തിൽ ബ്ലഡ് മിക്സ് ചെയ്തു പോകുക, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരിക, അതുപോലെ തന്നെ മൂത്രത്തിൽ റെഡ് സാൻഡിന്റെ പ്രസൻസ് ഉണ്ടാവുക, അങ്ങനെയുള്ള ലക്ഷണങ്ങളും, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള അടിവയറുവേദന, ബേണിംഗ് സെൻസേഷൻ പോലെയുള്ള ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണാനും വൈദ്യസഹായം തേടാനും മറക്കരുത്. ഗർഭിണികളിൽ കണ്ടുവരുന്ന നടുവേദനയോടൊപ്പം അവർക്ക് അമിതമായിട്ടുള്ള ക്ഷീണം, അതുപോലെ തന്നെ ബ്ലഡ് സ്പോട്ട് കാണുക, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുക, അമിതമായിട്ടുള്ള വോമിറ്റിങ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ ഗൈനക്കോളജിസ്റ്റിനെ വിവരം അറിയിക്കേണ്ടതാണ്. നടുവേദന എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന് നോക്കാം. നടുവിന്റെ ഭാഗത്ത് ഉപ്പിട്ട വെള്ളത്തിൽ ആവി പിടിക്കുന്നത്, ഉപ്പിട്ട വെള്ളത്തിൽ തുണി മുക്കി ആവി പിടിക്കുന്നത് ഒരു പരിധിവരെ ഭാഗത്തുണ്ടാകുന്ന വേദനയും നീർക്കെട്ടും കുറയാൻ സഹായിക്കാറുണ്ട്. അതേപോലെ തന്നെ അമിത ഭാരം കുറയ്ക്കുക, നമ്മുടെ ഹൈറ്റിന് ആനുപാതികമായിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ള വെയിറ്റ് വലിച്ചു പൊക്കുന്നത് അല്ലെങ്കിൽ തലയിൽ ചുമക്കുന്നതൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഒരുപാട് സമയം ഇരിക്കുന്നത് ഒഴിവാക്കുക. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എഴുന്നേറ്റ് നമ്മളുടെ ആയിരിക്കുന്ന പൊസിഷനിൽ നിന്ന് നമ്മുടെ ഒന്ന് ചേഞ്ച് വരുത്തിക്കൊണ്ട് എഴുന്നേറ്റ് നടക്കാനോ കിടക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹൈ ഹീൽസിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണത്തിനാണെന്നുണ്ടെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, സവോള പോലെയുള്ളതൊക്കെ, അല്ലെങ്കിൽ കറുവാപ്പട്ട പോലെയുള്ളതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഇലക്കറികൾ, അതുപോലെ തന്നെ മറ്റ് വസ്തുക്കളൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഫൈബ്രോമയാൾജിയ പോലെയുള്ള കണ്ടീഷനുകൾ കൊണ്ട് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെയിലി യോഗ, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് പോലെയുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ റെഗുലർ ആയിട്ടുള്ള വ്യായാമം ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ നടുവേദന കൂടിക്കൂടി വരികയാണ്, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ കവിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിസ്ഥാന കാരണം എന്തെന്ന് നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് തന്നെ മനസ്സിലാക്കി അതിനുള്ള പ്രോപ്പർ ചികിത്സ എടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ഹോമിയോപ്പതിയിൽ ഇത്തരത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡീസും ചികിത്സയും ലഭ്യമാണ്.